ഹായ് ഹലോ. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇവിടെ വരെ ചെയ്ത് നിർത്തിയത്, അതായത് ഒരു പോർട്ട്ഫോളിയോ. അപ്പോൾ ഇതെങ്ങനെ ജാങ്കോക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ആദ്യം തൊട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. മൈ പോർട്ട്ഫോളിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഞാൻ ജസ്റ്റ് സി വിന്ന് കൊടുക്കാം. ഓക്കെ, ഓൾറെഡി ഉണ്ട്. 2 എന്ന് കൊടുത്തേ. ഓക്കെ, ഇനി നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡർക്ക് പോവുക, VS കോഡിലേക്ക് പോവുക. കഴിഞ്ഞ വീഡിയോ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പിന്നെ ചെയ്യുന്നത്. ടെർമിനൽ ഓപ്പൺ ചെയ്യുക, പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. -m Django സെറ്റ്. പ്രൊജക്റ്റിൻ്റെ നമുക്ക് എന്തെങ്കിലും പീന്ന് കൊടുത്തു. ഓക്കെ, പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പ്രൊജക്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകണം. പോയി ഇനി നമുക്ക് ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. ആപ്പിന് എന്തെങ്കിലും പേര് കൊടുക്കുക. ആപ്പ് എന്ന് കൊടുത്തു. ഓക്കെ, ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് വേണമെങ്കിൽ ഇവിടെ നിന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സാധനം റൺ ആയതുകൊണ്ട് നമ്മളിവിടെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. ടെംപ്ലേറ്റ്സിന് നമ്മൾ ആപ്പ് നമുക്ക് രജിസ്റ്റർ ചെയ്യണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ആപ്പിൻ്റെ പേരായിരുന്നു മൈ ആപ്പ്. ഓക്കെ, നമ്മൾ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം DIRs ഉണ്ടാവും ഇവിടെ. അതായത് ഈ ഒരു നെയിം തന്നെ അവിടെ കൊടുക്കണം, ഈ ടെംപ്ലേറ്റ്സ് എന്നുള്ള. ഇവിടെ വേറെ എന്ത് പേര് ചെയ്താലും കുഴപ്പമില്ല, ആ നെയിം ഇവിടെ കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് URL സെറ്റ് ചെയ്യണം. യൂസിൽ വരിക, ഡിഫൈൻ. ഞാൻ ഇൻഡെക്സ് എന്നുള്ള പേര് കൊടുത്തു. ഇൻഡെക്സ് എന്നുള്ള പേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ ഉള്ളിൽ ഇൻഡെക്സ് എന്നുള്ള പേജ് .html ക്രിയേറ്റ് ചെയ്തു. HTML. ഓക്കെ, ജസ്റ്റ് ഇവിടെ H1 അത് ഇവിടുത്തെ നമ്മൾ സെറ്റ് ചെയ്തു. നമുക്ക് ആ ഒരു ആപ്പ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. പാത്ത് ഇൻക്ലൂഡ് ആപ്പിൻ്റെ പേരെന്തായിരുന്നു? മൈ _app .urls. ഓക്കെ, ഒരു എറർ അടിക്കുന്നത് കാരണം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. ഇനി നമ്മളിവിടെ കണ്ട ഈ URLs ഉണ്ട്, ഇതങ്ങ് എടുക്കുക. ഇത് URLs ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. py കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാത്തത്. ഓക്കെ അല്ലേ? ഇൻക്ലൂഡിൻ്റെ ആവശ്യപ്പെടില്ല, അഡ്മിൻ്റെ ആവശ്യമില്ല, ഫുള്ള് കളയാം. നമുക്കിതിലേക്ക് വ്യൂസ് ഇമ്പോർട്ട് ചെയ്യണം. ഫ്രം എവിടെ കിടക്കുന്നത്? മൈ ആപ്പിലാണ് വ്യൂസ് കിടക്കുന്നത്. മൈ _app ഇമ്പോർട്ട് വ്യൂസ്. ഓക്കെ, ഇത് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. പാത്ത്
ആൻഡ് URL വ്യൂസിൽ ഡോട്ട് ഇൻഡെക്സ് എന്നുള്ള പേരാണ് അവിടെ കൊടുത്തത്. അതായത് ഇവിടെ ഇൻഡെക്സ് എന്നുള്ള പേരാണ് കൊടുത്തത്, അതുകൊണ്ട് ഇൻഡെക്സ് ആക്കി. കോമറ്റോ ദെൻ നെയിം, ആ URL വരേണ്ട നെയിമാണ് ഇൻഡെക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, അതവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ വന്നു. നമ്മൾ ടെംപ്ലേറ്റ് നോക്കുക എവിടെയാണ് നടക്കുന്നത്. ഇപ്പോൾ HTML ഇത് തന്നെ വരുന്നത് CSS വരുന്നുണ്ട്, JS വരുന്നുണ്ട്. അപ്പോൾ ആ ഫയലുകളൊക്കെ അവിടെ നമ്മൾ ഇടണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ തന്നെ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാറ്റിക് ക്രിയേറ്റ് ചെയ്തു. ഈ സ്റ്റാറ്റിക് കൊണ്ടുപോയിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളെ ഫോൾഡർ ഈ അസറ്റിലാണ് സ്റ്റാറ്റിക്കിൻ്റെ എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇമേജ് ഉണ്ട്, CSS ഉണ്ട്, JS ഒക്കെ വരുന്നുണ്ട്. സാധനം നമ്മൾ അവിടെ കൊടുക്കണം. സ്റ്റാറ്റിക് ഫോൾഡറിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കൊടുക്കുക. ഓക്കെ, അത് റെഡിയായി. ഇനി നിങ്ങൾക്ക് ഒരു ചെറിയൊരു കോഡ് ചെയ്യാണ്ട് ഇവിടെ, അതായത് സെറ്റിങ്സിൽ ചെറിയൊരു ചേഞ്ച് വരുത്താണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇൻഡെക്സിൽ നമുക്ക് ആ ഒരു ബാക്കി കാര്യങ്ങളും ഇൻഡെക്സ് ഡോട്ട് HTML കൂടി കൊടുക്കാം. ഇത് നമ്മൾ കോപ്പി ചെയ്തെടുത്തു. മറ്റേ ഇൻഡെക്സിൻ്റെ അവിടെ നമ്മളിത് കൊടുക്കാന്ന്. ടെംപ്ലേറ്റ്സ് ആണ്. നമ്മളിത് റിമൂവ് ചെയ്തിട്ട് അവിടെ ആ ഫയൽ കൊടുത്തു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് ഓട്ടോമാറ്റിക് സേവ് ആണ്, അതുകൊണ്ട് നമുക്ക് കിട്ടി. ഇനി ഇതിൽ CSS ലോഡ് ചെയ്യണം. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം അതിനുവേണ്ടി ഏറ്റവും മുകളിലായിട്ട് സ്റ്റാറ്റിക് കൊടുക്കുക. ഇത്ര ചെയ്താൽ മതി. പിന്നെ വരുന്നത് സെറ്റിങ്സിലാണ്. സെറ്റിങ്സിൽ ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നേരെ ഗൂഗിളിൽ കയറുക. നമ്മളെല്ലാ കാര്യങ്ങളും ഈ ഒരു വെബ്സൈറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇതൊക്കെ സ്റ്റാറ്റിക് ലോഡ് ചെയ്യാനുള്ള കോഡാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഇതിങ്ങനെ എടുത്താൽ മതി. അത് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഈ OSൻ്റെ ഒരു ഇറർ ഉണ്ടാവും, അത് ഏറ്റവും മുകളിൽ പോവുക. അത് ഇമ്പോർട്ട് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അത് റെഡിയായി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു CSSൻ്റെ ഫയൽ ലോഡായിക്കാം ആദ്യം. അതിനു വേണ്ടി അത് കട്ട് ചെയ്യാം. സ്റ്റാറ്റിക് ഓക്കെ, അങ്ങനെ അത് ഫുള്ളായിട്ട് ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും ഒരു ഇമേജ് ലോഡാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എവിടെ വരുന്നതെന്ന് മനസ്സിലാവും. ഞാൻ ഈ ഒരു ഇമേജ് ലോഡാക്കുന്നു.
ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒന്നുമില്ല. അടിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൻ്റെ ഏറ്റവും അടിയിൽ പോയി കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ലോഡർ ഉണ്ടാവും ഇവിടെ. അതായത് ഈ ഒരു സംഭവം നമ്മളൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർക്കിംഗ് ആണ്. ഉണ്ടോ സംഭവങ്ങളൊക്കെ വന്ന്. ഇനി കുറച്ച് ഫയലുകൾ നമുക്ക് ഇവിടെ ലോഡ് ചെയ്തിട്ടില്ല, ബൂട്ട്സ്ട്രാപ്പ് ഒന്നും ലോഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഇഷ്യൂ ആണ്. അതൊക്കെ ഇതേപോലെ തന്നെ ഈ ഒരു മെത്തേഡ് കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളെടുക്കുക, കട്ട് ചെയ്യുക, സ്റ്റാറ്റിക് ഇതേപോലെ ഇത് ഫുള്ളായിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റാറ്റിക് ഫയലുകൾ ഇതിലെങ്ങനെ CSSഉം JS എങ്ങനെയൊക്കെ ലോഡ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതേപോലെ എല്ലാം ചെയ്യുക. നിങ്ങൾ ഈ അസറ്റ്സ് എവിടുന്ന് വന്നതെന്ന് മനസ്സിലായില്ലേ? നമ്മളെ സ്റ്റാറ്റിക് ഫോൾഡറിൻ്റെ ഉള്ളിൽ അസറ്റ്സ് ഉണ്ട്, അതിനുള്ളിൽ CSS ഉണ്ട്. ഇതിങ്ങനെ ചെയ്യുന്നതാണ് ഇവിടെ. ഓക്കെ ഗൈസ്, ബൈ. ഇതിങ്ങനെ ചെയ്യാൻ നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്നുള്ളൂ. നമ്മളെ കൊമേഴ്സിൻ്റെ ബാക്കി ചെയ്യണം. എന്താണെങ്കിലും കുറച്ച് പ്രൊജക്റ്റുകൾ മാത്രം നമുക്ക് ചെയ്യാം. ഓക്കെ, ബൈ ഗൈസ്.